ഞങ്ങൾ കുറച്ച് കാലമായിട്ടാണ് ജൂഡിമോളെയും കൊണ്ടുവന്ന് ബീച്ചിൽ പോയാലോ എന്ന് വിചാരിക്കണേ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ വാടാനപ്പള്ളിയിൽ ഓഹോ ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലം, അതായത് കായലും കടലൊക്കെ സംഗമിക്കണം, നല്ല ഭംഗിയുള്ള സ്ഥലം. അത് മാത്രമല്ല കേട്ടോ, നൈറ്റിൽ 12 മണി വരെ ഇവിടെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് നൈറ്റിൽ 12 മണി വരെയുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. നമുക്ക് കഴിക്കാനുള്ള കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ, സ്നാക്സ് ആയിട്ടും കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ജൂഡിമോള് കണ്ടില്ലേ, ഞങ്ങളുടെ ഒക്കത്തായിരിക്കുന്നത്. എല്ലാവരും കൂടെ നോക്കുന്നുണ്ട് ഇത് ഏത് കുട്ടിയാണ് ഒക്കത്തിരിക്കുന്നത് നോക്കിയിട്ട്. അവൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു എങ്ങനെയാണ് ജൂഡിമോളെ കൊണ്ടുവന്നാൽ ഇനി ബുദ്ധിമുട്ടാവുമെന്ന്. ഞങ്ങൾ അന്ന് പോയപ്പോൾ പക്ഷെ കുറേ പട്ടികൾ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ജൂഡിമോള് ഞങ്ങളുടെ ഒക്കത്തല്ലേ ഇരിക്കുന്നത്, അപ്പോൾ പിന്നെ എന്താ ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങൾ ജൂഡിമോളെയും കൊണ്ടുപോയി. ജൂഡിമോൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാവരും ഞങ്ങളുടെ ജൂഡിമോളെ നോക്കിയിട്ടാണ് പോകണ്ടായിരുന്നത്. അവള് ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് പോകുന്നത്. ഞങ്ങൾ കാലത്ത് തന്നെ ഇറങ്ങി, അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ ഓഹോ ബീച്ചിലെത്തിയത്. കാരണം ഇവിടെ നൈറ്റാണ് കുറച്ചും കൂടി ഭംഗി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനും സുധിയേട്ടനും ജൂഡിമോളും പുന്നാറ്റിയും അർജുട്ടനും കൂടിയിട്ടാണ് പോയത്. ഞങ്ങൾ 5 പേരും കൂടിയ നല്ല വൈബാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചാണ് ഈ കാണുന്ന ചിലങ്ക ബീച്ച്. ചിലങ്ക ബീച്ചിൽ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ ആദ്യം തന്നെ പോയത് ചിലങ്ക ബീച്ചിലാണ്. ജൂഡിമോൾ ആദ്യം ഒന്ന് വിഷമിച്ചു വെള്ളത്തിൽ ഇറങ്ങാന്ന് വെച്ചാലും പിന്നെ ആൾക്ക് അത് ഇഷ്ടപ്പെട്ട് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി കളിക്കുകയൊക്കെ ചെയ്തു. ഈ ഭാഗത്തും തിരക്ക് ഭയങ്കര സ്പീഡ് കുറവാണ്, ഒരു നോർമൽ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയതാണ് കേട്ടോ. ആദ്യം ചെന്നപ്പോൾ പാവം പോയിരുന്ന ജൂഡിമോൾ കണ്ടത് കുതിരനെ കാണുമ്പോൾ ചീത്ത പറയണേ, അവരെ നാട്ടിൽ പോയിട്ടേ